ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയാണ്. തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ച കടല എടുക്കുക. അതിലേക്ക് ഒരു സവാള, കറിവേപ്പില, ഒരു പച്ചമുളക്, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ച് വെച്ച് വേവിക്കുക. 4-5 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കും കടല വെന്ത് കിട്ടും. അത് ഓരോ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിന് പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് കുരുമുളക്, ഒരു ഏലക്ക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് സ്റ്റൗ ഓൺ ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അരപ്പിനായിട്ട് മിക്സിയുടെ ജാറിൽ ഒരു കൈപ്പിടി തേങ്ങ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ മൂത്ത് വന്ന മസാല കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കടലയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് 2 സ്പൂൺ കടല കൂടി തേങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട, കുറച്ച് തരിയായിട്ട് കിടക്കുന്നതാണ് കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ അരപ്പ് നമ്മൾ കടലയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് കടുക് കൂടി താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക്, ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുക. ഇത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് തരും. തേങ്ങ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇത് നമുക്ക് കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡിയായിട്ടുണ്ട്. അപ്പം, പുട്ട്, ദോശ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.